ഹാസിമി പറയാണ് ഇവിടെ ജാറം വരെ കച്ചവടം, മഹാന്മാരുടെ ഖബറുകൾ കച്ചവടം വരെ നടക്കുന്നു, ബിസിനസ് നടക്കുന്നു. അതിന്റെ ആള് നിങ്ങൾ തന്നെയാ ബിസിനസ് നടത്തുന്നത്, വേറെ ആരുമല്ല. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപം എന്താണെന്നറിയോ? ഞങ്ങൾ വരെ കറാമത്തിനെ നിഷേധിക്കുന്നു, ഔലിയാക്കന്മാരുടെ കറാമത്തിനെ. എന്താ കറാമത്ത് എന്ന് പറഞ്ഞാൽ? കറാമത്തിനെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് ആക്ഷേപം പറഞ്ഞിട്ട് കറാമത്ത് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് കാണിച്ചു. കറാമത്തിനെ നിഷേധിച്ചു കേരളത്തിൽ പലരും. അതവന്റെ നാശത്തിന് കാരണമാണ്. ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കണമെന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ തമാശ വിശദീകരിക്കണില്ല. ഇബ്നു തൈമിയ്യയുടെ അൽ മുഅജ്സത്ത് വൽ കറാമ എന്ന ഗ്രന്ഥമാണിത്. അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ എന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണിത്. തമാശ പറയല്ല. ഗൾഫിലൊക്കെ ഹറമിന്റെ പരിസരത്തൊക്കെ 10 റിയാൽ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അന്വേഷിക്കും. അമ്പിയാക്കന്മാരുടെ മുഅജ്സത്ത് പോലെ ഔലിയാക്കന്മാർക്ക് യഥേഷ്ടം കറാമത്ത് ലഭിക്കുമെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് കറാമത്ത് ലഭിക്കും. ഇതല്ലേ സ്വഹാബത്തിന്റെ വീക്ഷണം? ഇതുറപ്പല്ലേ? അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഹുദൈബിയയിലേക്ക് എങ്ങനെ ആവശ്യത്തിന് മുഅജ്സത്ത് ലഭിക്കുകയില്ലെങ്കിൽ എന്തിനെ അവർ ഹബീബായ നബിയുടെ അരികിലേക്ക് പോയി? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? വെള്ളമില്ലാതെയായി പട പോയി നബിയുടെ അരികിലേക്ക്. നബിയെ വെള്ളമില്ല. ഒരാൾക്ക് ഹബീബായ നബിക്ക് വേണ്ട നേരത്തെ മുഅജ്സത്ത് ലഭിക്കുമെന്ന വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാ അവര് പോവുക? അപ്പൊ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പാത്രം ഉണ്ടോന്ന് വെച്ചുണ്ട്. കൊണ്ടുവാ. പാത്രം കൊണ്ടുവന്നു. പാത്രം സ്വഹീഹ് മുസ്ലിം റഹ്മത്തുള്ള പറയല്ല, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ അങ്ങോട്ട് നീട്ടി. ഫാറൽ മാഉ മിൻ ബൈനി അസ്വാബിഇഹി വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ يليه ماء زمزم فالكوثر ونيل مصر ثم باقي الأنهر. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഈ ലോകത്തെ ഏറ്റവും നല്ല വെള്ളം വന്നു മുസ്തഫ നബിയുടെ കയ്യിലൂടെ. വെറുതെരിക്കണ്ട. അപ്പോ അദ്ദേഹം കണ്ണു ചിമ്മി പറഞ്ഞ ഒക്കെ സത്യാവും എന്നാണ് മൂപ്പര് വിചാരം. ഇരിക്കട്ടെ, മൂപ്പരിപ്പോ ഒരു പുതിയ മിശിയ ഇറങ്ങിയാണല്ലോ ഈക്കെ സുന്നിക്ക് ജീവൻ കൊടുക്കാം. എന്താ പറഞ്ഞത്? പഴയ പോയത്തക്കാര് പറയണ പോയത്തകളൊക്കെ ഉണ്ട്. വേറെന്താ പുതിയ ഉള്ളത്? മുഅ്ജിസത്ത് യഥേഷ്ടം കിട്ടും, വെള്ളം കിട്ടും. വെള്ളം ആവശ്യമുള്ളപ്പോഴൊക്കെ റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുക്കാൻ കഴിയൂലെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഹബീബായ നബിന്റെ അടുത്ത് ഹുദൈബിയയിൽ പോകുമോ? ഞാൻ ചോദിക്കട്ടെ, തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത് എങ്ങനെയാ ഖുറാഫി? തയമ്മത്തിന് ആയത്തിറങ്ങിയത് എന്താ സംഭവം? യാത്രയിൽ സഹാബികൾ പോയിട്ട് വെള്ളമില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മളെ കയ്യിൽ ആരത്തും വെള്ളമില്ല. വലൈസു അലാ മാഇൻ വലൈസ മഅഹും മാ. അവർ വെള്ളമുള്ള സ്ഥലത്തുമല്ല, അവർ കൈവശവും വെള്ളമില്ല. വെള്ളം വരട്ടെ, പാത്രം കൊണ്ടുവരൂ എന്ന് പറഞ്ഞോ? കൈവച്ചു കൊടുത്തോ? കൊടുത്തില്ല. എന്നാ പിന്നെ തയമ്മത്തിന്റെ ആയത്തിറങ്ങണോ? അപ്പോഴാണ് വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ നിങ്ങള് മണ്ണ് ഉപയോഗിച്ച് തയമ്മം ചെയ്തോളി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? മാത്രല്ല, നബി എന്തിനാ യാത്രയിൽ വെള്ളം കൊണ്ടുപോയത്? ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ഒരുപാട് തോൽ സഞ്ചികളിലാക്കിയിട്ട് എല്ലാ ആളുകളും വെള്ളം കൊണ്ടുപോയത് എന്തിനാ? വേണ്ട സമയത്ത് കയ്യങ്ങ് വെച്ചാ വെള്ളം വരൂലേ? അപ്പൊ ഖുറാഫി മനസ്സിലാക്കിക്കോ, ഒരു മുഅ്ജിസത്ത് ചില സന്ദർഭത്തിൽ അള്ളാഹു പ്രകടിപ്പിക്കുന്നതാണ്, അല്ലാതെ വെള്ളം ഉണ്ടാക്കാനുള്ള സിദ്ധിയൊന്നും അല്ലാഹുവിന്റെ റസൂലിനില്ല. അങ്ങനെയാണെങ്കിൽ യാത്രയിൽ വെള്ളം കൊണ്ടുപോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ വെള്ളം കൊണ്ടുപോകുമായിരുന്നു, അല്ലേ? വെള്ളം വേണ്ട സമയത്ത് വെള്ളം ഉണ്ടാക്കാനുള്ള സിദ്ധി ലഭിക്കില്ല. ചില സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഭക്ഷണം വർദ്ധിപ്പിച്ച സംഭവങ്ങൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വിളമ്പിയിട്ടും ഭക്ഷണം ബാക്കി, ഭക്ഷണം ഇല്ലാത്ത സന്ദർഭത്തിൽ. അതേ സമയത്ത് എല്ലാ സമയത്തും ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള സിദ്ധി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടേണ്ടി വരുമോ? എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ ഖന്തക്ക് കടങ്ങ് കുഴിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ 2 കല്ലാ വെച്ച് കെട്ടിയത്. ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള സിദ്ധി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ വിശപ്പ് സഹിക്കേണ്ടിയിരുന്നോ? ഞങ്ങൾ കാഷ്ടിക്കുന്നതൊക്കെ ആട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നു. കാരണം പച്ചയിലയും കാട്ടുകിഴങ്ങുകളും മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്തിട്ടില്ലേ? മുൾച്ചെടി തിന്നിട്ട് യുദ്ധം ചെയ്തിട്ടില്ലേ? ശൈബ് അബീ താലിബ് എന്ന കുന്നിൻ ചെരുവിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വിശപ്പ് സഹിച്ചിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ? വിശന്നിട്ട് സഹാബികളെ വീടന്വേഷിച്ചു പോയിട്ടില്ലേ? എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സിദ്ധി ഉണ്ടെങ്കിൽ ഭക്ഷണം വരട്ടെ എന്നാണ് വരൂലേ?
അപ്പൊ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മാജിക് കാണിക്കും പോലെ കാണിക്കണമെന്നല്ല. യഥേഷ്ടം പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് യഥേഷ്ടം കിട്ടും. എവിടുന്ന് കിട്ടിയതാ അത് യഥേഷ്ടം കിട്ടുന്നു? ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിനോട് ഇവർ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടത്? വഖാലൂലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂആ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ. മുഹമ്മദേ, ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഈ നാട്ടിൽ നിന്ന്, ഈ സ്ഥലത്ത് നിന്ന് നീ ഒരു നീരുറവ ഒഴുക്കി കാണിക്കണം, ഒരു പുതിയ ഉറവ് ജലം പുറത്തു കാണിക്കണം. അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടമുണ്ടായിരിക്കണം, അതിനിടയിലൂടെ നീ അരുവികൾ ഒഴുക്കി കാണിക്കണം. ഔ തുസ്ഖിത السماء كما زعمت علينا كسفا ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീലാ. അല്ലെങ്കിൽ നീ വാദിക്കുന്നത് പോലെ ആകാശത്തെ ഞങ്ങളെ മേൽ കഷ്ടം കഷ്ടമായി വീഴ്ത്തി കാണിക്കണം. അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെയും നീ മുഖാമുഖം കൊണ്ടുവന്ന് കാണിക്കണം. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. ഇതൊണ്ടൊന്നും നിർത്തിയില്ല. അവർ പിന്നെ പറയാണ്, നിനക്ക് സ്വർണം കൊണ്ടൊരു വീടുണ്ടാകണം, നീ ആകാശത്തേക്ക് കയറിപ്പോണം, നീ അവിടെ എത്തി എന്നുള്ള ഉറപ്പിന് അവിടുന്ന് ഒരു കിതാബും വാങ്ങിയിട്ട് വരണം ഞങ്ങൾക്ക് വായിക്കാൻ. എന്തൊക്കെയാ ഡിമാൻഡ്? ഒന്ന്, ഒരു പുതിയ നീരുറവ പൊട്ടി ഒഴുക്കി കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈന്തപ്പനയുടെയും മുന്തിരിയും തോട്ടുണ്ടായിട്ട് അതിനിടയിലൂടെ അരുവികൾ ഒഴുക്കി കാണിക്കണം. അല്ലെങ്കിൽ ആകാശത്തെ കഷ്ടമായി വീഴ്ത്തി കാണിക്കണം. അല്ലെങ്കിൽ അല്ലാഹുവിനെയും മലക്കുകളെ മുഖാമുഖം കൊണ്ടുവന്ന് കാണിക്കണം. അല്ലെങ്കിൽ നിനക്ക് സ്വർണത്തിന്റെ വീടുണ്ടാകണം. അല്ലെങ്കിൽ ആകാശത്ത് കയറിപ്പോ ഒരു കിതാബ് കൊണ്ടുവരണം. മുഅ്ജിസത്തുകൾ യഥേഷ്ടം കാണിക്കാൻ കഴിയുമെങ്കിൽ എന്താ പ്രയാസം? വരട്ടെ.